ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. നാടകസന്ധ്യ എന്ന പേരിൽ ജനുവരി 7 വരെ കന്നിട്ടക്കടവിലാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ആദരവും സംഘടിപ്പിച്ചു. ചവറ പൊന്മന പ്രോഗ്രസീവ് ഗ്രന്ഥശാലയുടെ 73ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായത്. നാടകസന്ധ്യ എന്ന പേരിൽ പൊന്മന കന്നിട്ടക്കടവ് കളങ്ങര രാജേന്ദ്രൻ നഗറിലാണ് പ്രൊഫഷണൽ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിശാന്ത് അക്ഷരക്കൊടിയേറ്റ് നടത്തിയതോടെയാണ് നാടകോത്സവത്തിന് തുടക്കമായത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. പനി വരാം, തലക്കറക്കം വരാം, സ്ട്രോക്ക് വരാം, ഹാർട്ട് സംബന്ധമായ അസുഖം വരാം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ സംബന്ധിച്ചു കൊടുക്കേണ്ട നാടകക്കാരല്ലേ എത്ര കിലോമീറ്ററിലാണ് തുച്ഛമായ പൈസയാണ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കുന്നതൊക്കെ വെറും തുച്ഛമായ പൈസയാണ്. പ്രത്യേകിച്ച് നാടകോത്സവങ്ങളൊക്കെ കിട്ടുന്നത് ഉദ്ഘാടനം അത് പറയണ്ട. ഇത് പിരിച്ചു വിടണമെങ്കിൽ എന്റെ മോലാളി വേറെ അവിടെ നിങ്ങൾ കാണാൻ വേണ്ടി നമുക്കറിയാവുന്ന കാര്യമാണ്. ശ്രീമാനൊക്കെ അറിയാം. ഒന്ന് പനി, നമുക്ക് പനിയാണ്, നമുക്ക് അസുഖമാണ്, നമുക്ക് വീട്ടിൽ കിടന്നുപോകാം, അല്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോകാം. ഇതിനകത്തൊരു ഒരാളിന് മനുഷ്യരാണ്, 10-15 പേർ മനുഷ്യരാണ്. അവരുടെ വീട്ടിൽ ദുരന്തങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, അപകടങ്ങളുണ്ടാകും, അവർക്കുണ്ടാകും. നാടകം തുടങ്ങാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടിയാണ് നമുക്ക് വേണ്ടി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, പഴയതുപോലെ അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകർ നാടകം കാണിക്കുന്നു. നമ്മുടെ നാടിനെ നവീകരിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും നാടകത്തെ കുറിച്ച് ദീർഘമായി പ്രസംഗിക്കുന്നത് മാത്രമല്ല, ഇവരൊക്കെ 2 വാക്ക് സംസാരിക്കണം. പ്രോഗ്രസീവിന്റെ ഞാൻ സ്ഥിരം ഒരു പ്രാസംഗികനാണ്. നമ്മുടെ നാടിനെ നന്നാക്കുന്നതിൽ, നാടിനെ നവീകരിക്കുന്നതിൽ, നാടിനെ ശുദ്ധീകരിക്കുന്നതിൽ നാടകത്തോളം പങ്കുവഹിച്ച മറ്റൊരു കലാരൂപമില്ല. ഗ്രന്ഥശാല പ്രസിഡന്റ് പൊന്മന നിശാന്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി K. ഹൃദയകുമാർ സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ I. ജയലക്ഷ്മി, R. അരുൺരാജ്, ദീപചന്ദ്രൻ, നജീം മണ്ണേൽ, വരുൺ ആലപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അയറിൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മോഹൻകുമാർ, സുരേഷ് പാലക്കോട്ട്, അപർണ, മേഘ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച താഴ്വാരം നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചവറ.